നമസ്കാരം, ഞാൻ മൃണാൾ. കൊച്ചിയിലെ ബെസ്റ്റ് ഷവർമ കണ്ടുപിടിക്കാനുള്ള ശ്രമമായിരുന്നു. ആഴ്ചകളെടുത്തിട്ടാണ് ഷൂട്ട് ചെയ്തത്. 51 കടകളിൽ പോയി ഫൈനൽ വീഡിയോ 5ാമത്തെ ബെസ്റ്റ് ഷവർമ ഞങ്ങൾക്ക് കിട്ടിയത് മിസ്റ്റർ ഷവർമ എന്നാണ്. ഇവിടെ ഷവർമ മാത്രമല്ല ഉള്ളത്, കുഴിമന്തി മുതലായ സംഭവങ്ങൾ വേറെയും ഉണ്ട്. പക്ഷെ നമ്മൾ ഷവർമയിലാണ് ഫോക്കസ്. നല്ല ചൂട് ഷവർമ, കെച്ചപ്പുണ്ട്. കെച്ചപ്പ് എന്തോ ഷവർമയും കെച്ചപ്പും തമ്മിലൊരു ബന്ധമുണ്ടെന്ന് വിചാരിക്കാൻ പോലും എനിക്ക് താല്പര്യമില്ല. തുറക്ക്. ഫ്രഷ് വെജിറ്റബിൾ, ഉപ്പ് കൂടുതൽ, വേണ്ടത്ര പുളിയില്ല. 100 രൂപയ്ക്ക് ഇങ്ങനത്തെ ഒരു പാക്കേജിങ്ങിൽ ഷവർമയോ? ഇനി പാക്കേജിന് തന്നെ ഉണ്ടാവില്ലൊരു വില. ബ്രെഡിന് നല്ല ടേസ്റ്റ് ഉണ്ട്. ഓൾമോസ്റ്റ് മൊത്തം ചിക്കനാണ്. ഒരു കോണ്ടിനെന്റൽ കൈൻഡ് ഓഫ് ടേസ്റ്റുള്ള ഷവർമയാണ്. 100 രൂപ ഒരുപാട് പൈസയാണ്. ഞാൻ അതിന് ചെറുതായി കാണുകയല്ലോ. പക്ഷേ 100 രൂപയ്ക്ക് ഇങ്ങനെ ഒരു ഷവർമ എനിക്ക് തോന്നുന്നില്ല കൊച്ചിയിൽ വരെ കിട്ടുമെന്ന്. 4ാമത്തെ ഏറ്റവും ബെസ്റ്റ് ഷവർമയ്ക്ക് നമുക്ക് തിരിച്ച് എടപ്പള്ളിക്ക് തന്നെ പോകണം. ഗസ്റ്റോ ഗ്രിൽ എന്നാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ഇവിടെയും അൽഫാമുണ്ട്, പല സാധനങ്ങളുണ്ട്. ഷവർമ അവർ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളിൽ ഒന്ന് മാത്രമാണ് ഇങ്ങനെ കനലിൽ കിടന്ന് തിരിയുന്ന ഷവർമ. പല റെസ്റ്റോറൻറ്റുകളിലും ഉണ്ട്. ഈ ടോപ്പ് 50 ഷവർമ വീഡിയോ തന്നെ പലയിടത്തും നിങ്ങൾക്കത് കാണാം. ഷവർമ ഇങ്ങനെയാണ് കിട്ടിയത്. തുറന്നു നോക്കാം. 3 പാക്കറ്റ് കെച്ചപ്പ് ഉണ്ട്. പിന്നെ പിക്കിള് നേരത്തെ പോലെയല്ല, 2 പിക്കിളും ഉണ്ട്. സൂപ്പറാ. പോക്കറ്റിടാം. ഞാനെന്താ ഇരുന്ന് കഴിക്കാതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷവർമ നമ്മളിങ്ങനെ വഴിയരികിലും റോഡിലും ഒക്കെ ഇരുന്ന് കഴിക്കുന്ന ഒക്കെ നിന്നും ഒക്കെ കഴിക്കുന്ന സാധനമല്ലേ. ഇത് കൊള്ളാലോ പരിപാടി. ഐ ലവ് ഇറ്റ്. വെറൈറ്റി ആണല്ലോ. അവരെല്ലാവരും എന്നെ നോക്കുന്നുണ്ട്. നോക്കിയിട്ടൊന്നും കാര്യമില്ല. ഞാൻ സത്യം മാത്രമേ പറയുള്ളൂ. എടി, ഇതിനകത്ത് ഒരുപാട് ചിക്കൻ ഉണ്ട്. അല്ലാ കാത്തോളണേ. ഈ ഷവർമക്കകത്ത് ഓൾമോസ്റ്റ് ഫുൾ ചിക്കനാണ്. കുറച്ച് സോസ് ഉണ്ട്. ഈ സോസ് കാണണമെങ്കിൽ ഇവിടെ ഇങ്ങനെ മുങ്ങി തപ്പണം. കുറച്ച് വെജിറ്റബിൾസ് ഉണ്ട്. പക്ഷേ ചിക്കൻ്റെ പ്രത്യേകത എന്താണെന്നറിയാം, പിന്നെ ചൈനീസ് ടേസ്റ്റാ. അല്ലാ കാത്തോളേന്ന് പറഞ്ഞപ്പോൾ അല്ലാഹ് തോന്നിയിട്ടുണ്ടാവും. അറബിക് ഭക്ഷണമായതുകൊണ്ട് ഞാൻ അറബി നാട്ടിലെ ദൈവമായതുകൊണ്ട് എന്നെ അള്ളാഹ് പേര് ആരെ വിളിക്കാൻ തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് എനിക്ക് ചൈനീസ് ഷവർമ കിട്ടിയത്. നിങ്ങളൊരു സാധാരണ ഷവർമ പ്രതീക്ഷിച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതല്ല ഇവിടുന്ന് കിട്ടുക. ദിസ് ഇസ് ഇൻട്രസ്റ്റിംഗ്. കഴിക്കാനും എളുപ്പം, നല്ല ഫില്ലിംഗ് ആയിരിക്കും കേട്ടോ മൊത്തം കഴിച്ചാലും. ചൈനീസ് എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ചില്ലി ചിക്കൻ ഡ്രൈഡ് പോലത്തെ ടേസ്റ്റ് അല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഒരു അറേബ്യൻ ടേസ്റ്റ് ഉണ്ടല്ലോ, തൈന, ഹുമൂസ്, ഫലാഫിൽ, ആ ഒരു കൈൻഡ് ഓഫ് അതിലേക്കല്ല ഇത് പോകുന്നത് കുറച്ചുകൂടെ ഒരു എണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത പോലത്തെ കൈൻഡ് ഓഫ് സോസിൽ ഇട്ട് ചിക്കൻ ബാറ്റർ ഫ്രൈ ചെയ്ത് സോസിൽ ഇട്ടിട്ട് അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഒരു ലൈനില്ലേ. അതിൻ്റെ മുകളിൽ ഒരു ലൈം പിഴിഞ്ഞിട്ട് ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ വെരി ഗുഡ്. ഇവിടെ ഒളിച്ചിരിക്കുന്നുണ്ടല്ലോ. ബ്രെഡും കൊള്ളാം. ഉള്ളി തക്കാളി കിട്ട വെരി ഇൻട്രസ്റ്റിംഗ്. സ്ട്രിക്റ്റ് ഷവർമ വേണമെന്ന് പറയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ദിസ് വിൽ ബി വെരി ഡിസപ്പോയിൻറ്റിങ്. പക്ഷെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു. അങ്ങനെ 10ാമത്തെ വീഡിയോയിൽ നമ്മൾ ടോപ്പ് 3യിലേക്ക് കയറുകയാണ്. എടപ്പള്ളി തന്നെയാണ് അൽത്താസ് ഓഫ് കോഴ്സ്. എടപ്പള്ളിയിലുണ്ട്, കലൂരുണ്ട്, പിന്നെ വേറെ എവിടെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എടപ്പള്ളി റെസ്റ്റോറൻ്റാണ്. നമ്മളിത് അവിടെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനമാണ് കിട്ടുക. അത് റെഡി ആയതിൽ വൈബ്രേഷൻ വരും. ഇത് വളരെ പണ്ടേ ഉള്ളൊരു ചൈനീസ് ടെക്നിക്കാണ്. പക്ഷെ ഒരു ഷവർമയ്ക്ക് ഇതൊക്കെ വേണോ? ഷവർമ അല്ലേ, പെട്ടെന്ന് കിട്ടൂലേ. കുറേ സമയം എടുക്കും തോന്നല്ലേ, അതുകൊണ്ടായിരിക്കും മേ ബി. എന്തായാലും വണ്ടി അവിടെ കഴുകുന്നുണ്ട്, അപ്പോൾ പിന്നെ ഇത്തിരി സമയം എടുത്താലും കുഴപ്പമില്ല. അൽത്താസയിലെ എൻ്റെ ഫേവറേറ്റ് ഫലാഫിൽ റോളാണ്. അത്രയും നല്ലൊരു ഫലാഫിൽ റോള് ഇന്ത്യയിൽ നിന്ന് ഞാൻ വേറെ കഴിച്ചിട്ടില്ല.
പക്ഷേ സ്വാഭാവികമായിട്ട് നമ്മൾ ഷവർമ കമ്പാരിസൺ ആയതുകൊണ്ട് ഷവർമ തന്നെ കഴിക്കണമല്ലോ. ഇത് സീൽഡാ. ഈ പെട്രോൾ പമ്പുള്ളതുകൊണ്ടേ ഇപ്പോഴും വണ്ടികളുണ്ടാവും. ഈ പെട്രോൾ പമ്പാണ് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും മനോഹരമായിട്ട് മാനേജ് ചെയ്യുന്ന പമ്പ്. ഒരുപാട് വണ്ടികൾ ഇവിടെ വരുന്നുണ്ട്, പക്ഷേ ഒരു തിരക്കില്ലാത്ത രീതിയിൽ അവരത് കൊണ്ടു നടക്കും. ഗംഭീരം. ഇതാണ് കറക്റ്റ് പിക്കിള്, കറക്റ്റ് ഫ്രഷ്നെസ്, ക്രഞ്ചി, പുളിയും ഉപ്പും. 195 രൂപയാണ് ഈ ഷവർമയ്ക്ക്. ഇത് നമ്മൾ ഈ മൊത്തം ഷൂട്ട് ചെയ്തതിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഷവർമയാവാൻ സാധ്യതയുണ്ട്. ഇനി ഷൂട്ട് ചെയ്യാനുണ്ട്, അതുകൊണ്ട് എനിക്കിപ്പോൾ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. എന്നാലും ഇതിനുള്ളിൽ എന്തായാലും ഇതാണ് ഏറ്റവും എക്സ്പെൻസീവ്. ടോസ് ചെയ്തിട്ടുണ്ട്, നല്ലൊരു മണമുണ്ട്. ഈ ഷവർമയിൽ ചിക്കന് നല്ല ഫ്ലേവർ ഉണ്ട്. ബ്രെഡും കൊള്ളാം. ഞങ്ങൾ ഈ പ്രോസസ്സ് തുടങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ റെക്കമെൻഡ് ചെയ്ത റെസ്റ്റോറൻ്റാണ് 2ാം സ്ഥാനത്ത് വന്നത് പീറ്റർ വർക്ക്സ് കാക്കനാട്. ഒരുപാട് ആരാധികമാരുള്ള ഷവർമ ഷോപ്പാണ്. അവരുടെ ഓൺലൈൻ റേറ്റിംഗ് നോക്കിയാലും നമുക്കത് മനസ്സിലാവും. ആയിരക്കണക്കിന് പേര് ഗൂഗിളിലും സൊമാറ്റോയിലും ഒക്കെ അവരെ റേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ പ്ലാറ്റ്ഫോമിലും ഡെലിവറി റേറ്റിങ്ങും ഡൈനിങ് റേറ്റിങ്ങും ഒക്കെ 4ന്റെ മേലെ ഉണ്ടാവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അച്ചീവ് ചെയ്യാൻ നല്ല കഷ്ടപ്പാടാണ്. ആളുകൾ വളരെ ഡിമാൻഡിങ് ആണ്. എല്ലാവരും തൃപ്തിപ്പെടുത്തണ്ടേ. നിലക്കാനുണ്ടല്ലോ. അമ്മേ, ഇത് 1/2 കിലോ ഉണ്ടല്ലോ. ഇതിൻ്റെ കൂടെ പിക്കിളില്ല, ഒന്നുമില്ല കേട്ടോ. 250 രൂപയോ? 250. ഇത് 50ന്റെ കുറേ നോട്ട് പൊതിഞ്ഞ് തന്ന പോലെ ഉണ്ട്. നല്ല ചൂടാ. ഇത് എവിടുന്ന് എങ്ങനെ പൊട്ടിക്കണം എന്നോ ഒന്നും എനിക്കറിയില്ല. ഇതൊരു മനുഷ്യൻ ഒറ്റയ്ക്ക് കഴിക്കാനുള്ളതാണോ? മരിച്ചു പോവാവോ? മൊത്തം ബ്രെഡാണ്. ഇയാൾ ആളൊരു മജീഷ്യനാണല്ലോ. സോസ് ഉണ്ട്, നല്ല പൂ പോലത്തെ സോസാണ്. പൂ പോലത്തെ എന്നല്ല പറയാം, എന്താ പറയാ, പാവം സോസാണ്. പക്ഷെ അങ്ങനെ ഒരുപാട് റിച്ച് അല്ല. ഇത് മൊത്തം ചിക്കനാണ്. സോറി, പറഞ്ഞാൽ തെറ്റുണ്ട്. ഒരുപാട് ഫ്രഞ്ച് ഫ്രൈസും ഉണ്ട് ഇതിൽ. നല്ല ചിക്കൻ, ടെൻഡർ, ജ്യൂസി, പാവ സോസ് കറക്റ്റായിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്യുന്നു. സ്പൈസസ് ഒന്നും ഒരുപാട് എവിടെയും ഇല്ല. നല്ല ബ്രെഡ്, ബ്രെഡ് ഒരുപാട് മുകളിൽ ഉണ്ടായിരുന്നെങ്കിലും ഇവിടേക്ക് ഒരുപാട് ബ്രെഡ് ഉണ്ട്. എന്നിട്ട് ഒരു ചൂയി പോലൊരു ഫീലിംഗ് ഇല്ല. പക്ഷെ ഒരു ഷവർമ കഴിച്ചാൽ 4 ആൾ വേണ്ടി ഒരു കഴിക്കാൻ. ഇത് 2000 ഉണ്ടാവും. യെസ്, ആഴ്ചകളുടെ കഷ്ടപ്പാടിന് ശേഷം ഞങ്ങൾ ബെസ്റ്റ് ഷവർമ നമ്പർ 1 കൊച്ചിയിലെ കണ്ടുപിടിച്ചു. അത് പാതിരാക്കൊഴി എന്നാണ്, കളമശ്ശേരി. പാതിരാക്കൊഴി ഗ്രിൽഡ് വാരിയല്, ബീഫിൻ്റെ വാരിയല്, കുഴിമന്തി, പ്രത്യേക രീതിയിലുള്ള അൽഫാം, ഇതിനൊക്കെ പേര് കേട്ട സ്ഥലമാണ്. അവിടെ നിന്നാണ് ഞങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഷവർമയും കിട്ടിയത്. റെസ്റ്റോറൻറ്റിൽ വലിയ സൗകര്യങ്ങളൊന്നുമുള്ള വലിയ സ്ഥലമൊന്നുമല്ല, ചെറിയ സ്ഥലമാണ്. ചിലപ്പോൾ തലയൊക്കെ ചെറുതായിട്ട് മേലെ മുട്ടിന്നൊക്കെ വരും അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ. അത് നല്ല ഷവർമ കഴിക്കണമെങ്കിൽ ചിലപ്പോൾ തലയൊക്കെ ഒന്ന് മുട്ടും. എന്നല്ലാണ്ട് ഇപ്പം എന്ത് പറയാനാ. വലിയ സൗകര്യത്തിൽ പാതിരാക്കൊഴി വലിയൊരു റെസ്റ്റോറൻ്റായിട്ട് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ബെസ്റ്റ് ഷവർമയിലേക്ക് കടക്കാം. എടപ്പള്ളി ഭാഗത്താണ് മറ്റേ കെച്ചപ്പ് തരുന്നത്. ബാക്കി ഇവിടെ അങ്ങനെ അധികം കണ്ടില്ല. ബ്രാൻഡിങ് ഉള്ള പാക്കേജിംഗ് ആണ്. 126 രൂപയാണ് ഷവർമയുടെ വില. ഷവർമയ്ക്കൊരു ആട്ടമുണ്ട്, ഒരു റിജിഡ്നെസ് ഇല്ല. റിയലി ഗുഡ്. പിന്നെ ചിക്കൻ്റെ മസാല, അതിൽ ചിക്കൻ കുത്തി നിറച്ചിട്ടൊന്നുമില്ല, പക്ഷെ ഉള്ള ചിക്കൻ കിടിലോ. സോസ് നല്ലതാണ്.
സോസ് അത് കുറച്ചേ ഉള്ളൂ, പേരിനേ ഉള്ളൂ. ആ ഫ്രഞ്ച് ഫ്രൈസ് ഒരു പൊടിക്ക് എക്സ്ട്രാ ഫ്രൈ ചെയ്തിട്ടുണ്ട്. അത് ഷവർമയിലേക്ക് വന്ന് ഷവർമയിലെ സോസൊക്കെ അബ്സോർബ് ചെയ്തിട്ട് ഭയങ്കര രസമാണ്. അത് അതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ, ഒറ്റ കഴിക്കുമ്പോൾ അല്ല. പ്രോപ്പർ നമ്മുടെ അറേബ്യൻ ടിപ്പിക്കൽ ഷവർമയൊന്നുമല്ല. അതിൻ്റേതായിട്ടുള്ള മസാലയും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. ഭയങ്കര മൈൽഡായിട്ടുള്ള ഫ്ലേവേഴ്സ്. ആ ചിക്കൻ നമുക്ക് ആസ്വദിക്കാം. നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ടേസ്റ്റ്, നല്ല ചിക്കൻ, നല്ല ബ്രെഡ്, സോസ് അധികം ഉപയോഗിച്ചിട്ടില്ല. നൈസ്. ഇതൊക്കെ ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കുന്നതിനിടെ ഇങ്ങനൊരു വാർത്ത വന്നു. കുഴിമന്തിയിൽ നിന്ന് ഭക്ഷ്യവിഷബാധ, പാതിരാക്കോടി റെസ്റ്റോറൻറ്റ് ജീവനക്കാർക്കും ഉടമയ്ക്കുമെതിരെ കേസ്. നിങ്ങൾ ആ കണ്ടത് ഏഷ്യാനെറ്റിലെ വാർത്തയാണ്. ഇത് ഇന്ത്യൻ എക്സ്പ്രസ്സിലെ വാർത്തയാണ്. ഇതിനകത്ത് പറയുന്നത് ഫുഡ് പോയ്സണിങ് ഉണ്ടായിട്ടുണ്ട്, കുറേ കുട്ടികൾ ആശുപത്രിയിലാണ്. സർക്കാരിൻ്റെ ഭക്ഷ്യ സുരക്ഷാ വിഭാഗം റെസ്റ്റോറൻറ്റ് പരിശോധിച്ചു. അവിടുന്ന് മോശമായിട്ടുള്ള രീതിയിലോ സംശയാസ്പദമായ രീതിയിലോ ഒന്നും കിട്ടിയില്ല. പക്ഷേ കുട്ടികളുടെ പരാതി പ്രകാരം പോലീസ് കേസെടുത്തിട്ടുണ്ടെന്നാണ്. ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ കുറച്ചുകൂടെ ക്ലാരിറ്റി ഉള്ള വാർത്തയാണ്. പക്ഷേ ഏഷ്യാനെറ്റിലെ വാർത്ത കണ്ടാൽ നമുക്ക് തോന്നുന്നു റെസ്റ്റോറൻറ്റ് എന്തോ കാര്യമായ കുഴപ്പമുണ്ടെന്ന്. ഇന്ത്യൻ എക്സ്പ്രസ് റെസ്റ്റോറൻറ്റ് പേര് എവിടെയും പറഞ്ഞിട്ടില്ല. ഏഷ്യാനെറ്റ് പക്ഷേ പറഞ്ഞിട്ടുണ്ട്. അത് ഏഷ്യാനെറ്റിനെ കുറ്റം പറയാൻ പറ്റില്ല. പഴയ മാധ്യമധർമ്മമൊന്നും അല്ല ഇന്നുള്ളത്. സോഷ്യൽ മീഡിയയിൽ പലവിധ വാർത്തകൾ പെട്ടെന്ന് സ്പ്രെഡാവും. അപ്പോൾ മെയിൻ സ്ട്രീം മീഡിയയ്ക്കും കൂടെ നിൽക്കാൻ വേണ്ടി പലതും ചെയ്യേണ്ടി വരും. ഷവർമയുടെ സേഫ്റ്റി, കുഴിമന്തി അവിടെ നിൽക്കട്ടെ, ഷവർമയുടെ സേഫ്റ്റിയുടെ ബോധവൽക്കരണം കേരളത്തിൽ വളരെ കാര്യമായി നടക്കുന്നുണ്ട്. ആളുകളൊക്കെ ഗ്ലൗസ് ഇട്ടൊക്കെ തുടങ്ങി. പക്ഷേ വലിയ ചിലവൊന്നുമില്ലാത്ത ഒരു സിമ്പിൾ സാധനമുണ്ട്. അത് ഈ ടോപ്പ് 10 ഷവർമ കടകളിൽ ഒറ്റ കടയിൽ മാത്രമേ ഞങ്ങൾ കണ്ടുള്ളൂ, അൽത്താസയിൽ മാത്രം. അതിന് ഡ്രിപ്പ് ട്രേ എന്ന് പറയും. ഈ ഒരൊറ്റ വീഡിയോയിൽ നിങ്ങൾക്കത് കാണാൻ പറ്റില്ല. ഇത് ടോപ്പ് 10 ഷവർമ കടകളിൽ നിന്നുള്ള വീഡിയോ ആണ്. കാശൊന്നും അധികം ചിലവാക്കണ്ട, അറിവുണ്ടായാൽ മതി. അതിന് നമ്മൾ കുറച്ചുകൂടെ ശ്രമിക്കണം.